എന്താ ഇവിടെ? പാറു എന്തിനാ കരഞ്ഞോണ്ട് ഓടിപ്പോയത്? ഇവര് രണ്ടുപേരും അതിന് കാരണം. പാറു കുളിക്കാൻ വന്നതാ. അവളെയും പ്രിയനെയും ചേർത്ത് ഇവർ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞു. വൃത്തികേടുകളാ പറഞ്ഞത്. സഹിക്കാൻ പറ്റാതെ എപ്പോഴാ അവള് കരഞ്ഞോണ്ട് ഓടിപ്പോയത്. എന്താ നിങ്ങളുടെ പ്രശ്നം? പാർവതിയോട് മാഡം കാണിക്കുന്ന ഫേവറിറ്റിസമാണ് ഞങ്ങളുടെ പ്രശ്നം. മനസ്സിലായില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാ ഞാനിത് പറയുന്നത്. എന്ത് മനസ്സിലാക്കിയെന്ന്? ഋതിക അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ മാഡത്തിന്റെ പെർമിഷൻ വാങ്ങാതെ പുറത്തുപോയി. അതറിഞ്ഞ് മാഡം അവൾ ഇവിടുന്ന് പുറത്താക്കി. പാർവതി അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്കൊപ്പം രാത്രി മുഴുവൻ കമ്പനിയിൽ ഒരുമിച്ച് കഴിഞ്ഞു. എന്നിട്ടും അവൾ ഇപ്പോഴും ഈ ഹോസ്റ്റലിലുണ്ട്. ഋതികയ്ക്ക് ഒരു നിയമം, പാർവതിക്ക് വേറൊരു നിയമം. അതാ ഞങ്ങളുടെ പ്രശ്നം. ഒരാളോട് വിരോധം ഉണ്ടെന്ന് വെച്ച് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ പാടില്ല. എന്നോട് സംസാരിക്കുമ്പോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. പാർവതി ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങള് മാഡത്തിനോട് വന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഋതികയെ മാഡം ഇവിടുന്ന് പുറത്താക്കിയത്. നിങ്ങൾ അവളോട് ആ പക തീർക്കുകയാണല്ലേ? പക്ഷെ മനസ്സിലാക്കിക്കോ, ഋതിക ഏതോ ഒരു ചെറുപ്പക്കാരനോടൊപ്പം പുറത്തു പോയത് എന്നോട് വന്ന് പറഞ്ഞത് പാറുവും അല്ല, ഈ കുട്ടികളും അല്ല. സിസിലിയാണ് എന്നെ അത് അറിയിച്ചത്. ഋതിക ഇവിടുത്തെ മതിൽ ചാടുന്നതും ഒരു ചെറുപ്പക്കാരന്റെ ബൈക്കിൽ കയറി പോകുന്നതും പാറുവും ഈ കുട്ടികളും മാത്രമല്ല, സിസിലിയും കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് എന്നിൽ നിന്ന് മറച്ചു വെക്കാനായിരുന്നു പാറു ശ്രമിച്ചത്. ഋതികയ്ക്ക് അതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് കരുതിയിട്ട്. പക്ഷേ സിസിലിക്ക് ഋതികയോട് പകയുണ്ടായിരുന്നു. സിസിലി അവളുടെ ദേഷ്യം അങ്ങനെ അങ്ങ് തീർത്തു. തെറ്റ് ചെയ്ത ഋതികയെ രക്ഷിക്കാനാ പാറു ശ്രമിച്ചത്. പക്ഷെ നിങ്ങളോ? ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പാറുവിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മോശക്കാരിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഒരു പെൺകുട്ടിയെക്കുറിച്ച് അപവാദം പറയുന്നത് നിങ്ങൾക്കൊരു രസം. അത് അവളുടെ ഭാവിയെ എത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങൾ ഓർക്കുന്നതേയില്ല. പാറുവിനെ കുറിച്ച് അനാവശ്യമായി ഇനി ഒരു വാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് വീണ ഋതികയുടെ അനുഭവം തന്നെ ആയിരിക്കും നിങ്ങൾക്കും. ഓർത്തോ? ഞാൻ ഇറങ്ങട്ടെ? നീ എങ്ങോട്ടാ? ഞാൻ ജോലിക്ക് പോവാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? പൊയ്ക്കോ. അമ്മ പറയുന്ന അനുസരിക്കില്ല എന്ന് നീ ശബ്ദം എടുത്തിരിക്കല്ലേ? പൊയ്ക്കോ, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. അമ്മേ, അഭിമാനവും നല്ല പേരും മാത്രമേ നമ്മുടെ കയ്യിൽ സമ്പാദ്യമായിട്ടുള്ളൂ. ആ കമ്പനിയിൽ ഇനി നീ ജോലിക്ക് പോയാ ഉള്ള അഭിമാനം കൂടെ നഷ്ടപ്പെട്ട് ആളുകൾ കളിയാക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ടാ ഇനി നീ ആ ജോലിക്ക് പോകണ്ടാന്ന് അമ്മ നിന്നോട് പറയുന്നത്. പക്ഷേ അമ്മയുടെ വാക്കിന് ഒരു വിലയില്ലല്ലോ. അമ്മ ഇന്ന് കാലത്ത് തന്നെ തുടങ്ങിയോ? അമ്മയ്ക്ക് അമ്മയുടെ മോനെ വിശ്വാസം ഇല്ലേ? പക്ഷെ എനിക്ക് എന്റെ ചേട്ടനെ നല്ല വിശ്വാസം. നീ ഒന്നും മിണ്ടാതിരിക്കേ. ചേട്ടന്റെ വക്കാലത്തുമായി വന്നിരിക്കുന്നു. അമ്മേ, രാത്രി തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് പാറു കാരണം എനിക്കല്ല, ഞാൻ കാരണം അവൾക്കാ പ്രശ്നം ഉണ്ടായത്. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കണ്ട് സഹതാപം തോന്നി അവൾ എന്നെ സഹായിക്കാൻ വന്നു. അത് മാത്രമാ അവൾ ചെയ്ത ഒരേ ഒരു തെറ്റ്. ഞങ്ങൾ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് ഡോർ ആരോ പുറത്തു നിന്ന് പൂട്ടിയതാ. ചതിയാ അത്, വലിയ ചതി. ദേവി, ഇത് അമ്മ ഇതൊന്നും മനസ്സിലാക്ക്. നിനക്ക് മനസ്സിലായല്ലോ. നിനക്ക് അവിടെ ഒരു ശത്രു ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായല്ലോ. നിനക്ക് അവിടെ ദോഷം ഉണ്ടാവാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായല്ലോ.
അവർക്കിടയിലേക്ക് നീ ഇനി പോകരുതെന്നാ അമ്മ പറയുന്നത്. അമ്മ പറയുന്നത് നിനക്ക് അനുസരിച്ചെന്താ? അമ്മേ, ഞാനൊരാണ്. എനിക്കൊരു ചീത്തപ്പേരുണ്ടായാൽ അതെന്നെ വലുതായിട്ട് ബാധിക്കില്ല. പക്ഷേ പാറുവിന്റെ കാര്യം അങ്ങനെയല്ല. പാറുവും ഞാനും തമ്മില് അരുതാത്തതൊന്നും നടന്നിട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണോ എനിക്ക്? എന്നിട്ട് അതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്തി കണക്ക് തീർക്കുകയും വേണം. വളരെ ആസൂത്രിതമായിട്ട് അവരിങ്ങനൊരു നീക്കം നടത്തിയത്. അവരെ കണ്ടുപിടിക്കാതെ, അവരെ വെളിച്ചത്ത് കൊണ്ടുവരാതെ ഞാൻ ഇനി അടങ്ങില്ലമ്മേ. പാറു, പാറു, കരയില്ലേ പാറു? കരയില്ലേടി പാറു, അവര് നിന്നോടുള്ള പക തീർക്കാൻ വേണ്ടി എന്തൊക്കെ അനാവശ്യം പറഞ്ഞു എന്ന് വെച്ച് അവര് പറഞ്ഞതില് 1% പോലും സത്യമില്ലാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ നീ കരയുന്നേ? നിന്നെയും പ്രിയനെയും ഗോഡൌണിൽ ഒരുമിച്ച് കണ്ട ഭൂമിക മാഡം പോലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മാഡം അവർക്ക് കണക്കിന് കൊടുത്തിട്ടുമുണ്ട്. മാഡത്തിന്റെ വായിൽ നിന്ന് നല്ല ചീത്ത കേട്ട അവരാ കരയേണ്ടത്, നീയല്ല. പാറു, പാറു എന്തിനാ കരയുന്നേ? മാഡം, ഏത് ദൈവത്തിന്റെ പേരിൽ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം മാഡം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവർ കരയാൻ പാടില്ല. 4 ചുറ്റും നിന്ന് ആൾക്കാർ തെറ്റുകാരിന്ന് വിളിച്ചാലും കുലുങ്ങാതെ നിൽക്കുക വേണ്ടത്. അനാവശ്യം പറയുന്നവർക്ക് നാവടക്കുന്ന മറുപടി കൊടുക്കുന്നവളല്ലേ നീ? നിന്നെ കുറിച്ച് അനാവശ്യം പറയുന്നവർക്ക് നീ മറുപടി കൊടുക്കുക വേണ്ടത്. മാഡം, മാഡം ഇവളെ സംശയിക്കുമെന്നാ ഇവളുടെ പേടി. അത് കാരണോ ഇവൾക്ക് കരച്ചിലടക്കാൻ പറ്റാത്തത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ പാറു? തെറ്റ് ചെയ്തവരെ അവരുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നതാ എന്റെ രീതി. നീ ഇപ്പോഴും ഇവിടെ ഇല്ലേ? നിന്നെ എനിക്ക് വിശ്വാസമാണെന്നാ അതിന്റെ അർത്ഥം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ മുന്നിലല്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരില്ലേ നിന്റെ കമ്പനിയില്? നീ തെറ്റുകാരിയല്ലെന്ന് നീ ബോധ്യപ്പെടുത്തേണ്ടതും അവരെയാ. നീ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. നീ തെറ്റുകാരിയല്ലെന്ന് നീ തെളിയിക്കുമ്പോ പ്രിയന് അവന്റെ സൽപ്പേര് തിരിച്ചു കിട്ടും.